बिहारी राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी गोपी जन वल्लभ गिरिवरधारी यशोदनंदन रंजन यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव कुंज बिहारी जय राधा कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 क्षमा तुलसी प्रणाम तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मुखं करोति वाचालयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदन्तमोन्दं संसारिणां करुणयागपुराणगुह्यं तं व्याससूनुपयामि गुरुं मुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। आनन्दलीलामय विग्रहाय हेमाभदिव्यश्च विसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमस्ते। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते महाविष्णुगोस्वामिनिधि नाम्ने नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नाम्ने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादि पाश्चात्यदेशधारिणे जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद की जय। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुदेव की जय, प्रभुपाद की जय, अनंत कोटि वैष्णव वृंद की जय। हरे कृष्ण എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്കുള്ള സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ എല്ലാവരും ഉണ്ടോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമ്മള് ഭാഗവതത്തിലെ 1-ാം സ്കന്ധം 15-ാം അധ്യായം 48 വരെ എടുത്തു അല്ലെ? 49-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കണം അല്ലേ? 48 എടുത്തിരുന്നോ? ഹരേ കൃഷ്ണ നിങ്ങൾ നോക്കുന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മളെ 48 എടുത്തു അല്ലേ? 48 വായിച്ചു, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ എങ്ങനെയാണ് ഒരു രസതന്ത്രജ്ഞൻ രാസപ്രവർത്തനങ്ങളിലൂടെ ഒരു ഓടിനെ സ്വർണമാക്കി മാറ്റുന്നത്, അതുപോലെ ഒരു വ്യക്തി യഥാർത്ഥ ആത്മീയാചാര്യന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ആത്മജ്ഞാനപരമായി
ശിക്ഷണപരമായ പ്രവൃത്തികൾ അനുഷ്ഠിക്കുക വഴി ഒരു ദ്വിജബ്രാഹ്മണന്റെ പരിപൂർണത പ്രാപ്തമാക്കാൻ കഴിയുന്നു എന്ന് സനാതന ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. റിപ്പീറ്റ് ചെയ്തേ, ഉം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ ക്വസ്റ്റ്യൻ? ഓക്കെ പ്രഭു. ഒരു രസതന്ത്രജ്ഞൻ, ഒരു കെമിസ്റ്റ്, അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഈ ചിലപ്പോഴേ ഓടിനെ സ്വർണമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെയാണ് നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ ശുദ്ധ ഭക്തന്മാർ നമ്മളെ മാറ്റി നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരും. നമ്മളെ ഭൗതികതയിൽ അങ്ങ് ലയിച്ച് കിടക്കുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം തന്നെ സർവ്വതും നമ്മൾ ഭൗതികതയിലേക്ക് അങ്ങ് ലയിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ മാറ്റിയെടുക്കുന്നു ആരെ? ഒരു രസതന്ത്രജ്ഞൻ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ എല്ലാം മാറ്റിയെടുത്തിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? സാധനാഭക്തിയിൽ കൂടി നമ്മൾ 99% പേരും എന്താണ്? സാധനാഭക്തിക്കാരാണ്. അപ്പൊ ആ സാധനാഭക്തിയിൽ കൂടി നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നു, ഭഗവാനിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്താണ് ഈ നമ്മള് അതിന് എന്താ പേര് പറഞ്ഞിരിക്കുന്നത്? ഒരു എന്തൊക്കെയാണ്? കോപ്പറും ടിന്നും സിങ്കും ചേരുന്നതാണ് ഈ പീരങ്കി ഓടെന്ന് പറയുന്നത്. എന്തൊക്കെയാ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കോപ്പറുണ്ട്, ടിന്നുണ്ട്, സിങ്ക് ഉണ്ട്. സാധാരണ നിലയിൽ അത് 88% കോപ്പറും 2% സിങ്കുമാണ്. അതിനെ ചിലയിടത്തൊക്കെ അമേരിക്കയിലൊക്കെ റെഡ് ുമായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ അത് ഷിപ്പ് ബിൽഡിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, മറൈൻ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് പീരങ്കി ഓടെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണോ ഒരു രസതന്ത്രജ്ഞൻ അതിനെ മാറ്റി രാസപ്രവർത്തനങ്ങളിലൂടെ അതിനെ മാറ്റിയെടുക്കുന്നത്, അപ്പൊ അതിനെക്കുറിച്ച് അതിനെ മാറ്റി അതിനെ എന്താക്കി മാറ്റുന്നു? സ്വർണ്ണ നിറത്തിൽ ആക്കി മാറ്റുന്നത് പോലെ അതുപോലെയാണ് നമ്മൾ ആരുമായിക്കൊള്ളട്ടെ. നമ്മൾ ചിലപ്പോൾ എന്താണ് വളരെ പാപകർമ്മങ്ങൾ ചെയ്ത വ്യക്തിയായിരിക്കാം, ഒട്ടും തന്നെ ഈശ്വര വിചാരമില്ലാത്തവനായിരുന്നിരിക്കാം, ഭൗതികതയിൽ അങ്ങ് ലയിച്ചിരിക്കുന്നവനാകാം, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നവൻ പോലും അല്ലായിരിക്കും ഉള്ള ഒരു വ്യക്തിയെ എങ്ങനെ വരുന്നു? സനാതന ഗോസ്വാമി ഹരിഭക്തി വിലാസത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എങ്ങനെ ഒരു യഥാർത്ഥ ആത്മീയാചാര്യനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരാളുടെ ദർശനം തന്നെ കിട്ടുന്നത് മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട് തരുന്നു. അങ്ങനെ ഭഗവാന് വേണ്ടി സാധനഭക്തി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉയർന്നു വരുന്നതിന് കാരണമായി ഭവിക്കുന്നു. കൂടുതൽ പേരും സാധനാഭക്തിക്കാരായിരിക്കും. ആരെങ്കിലും പറയുന്നു, അതിന് കേട്ട് നമ്മൾ ചെയ്യുന്നു, അല്ലെ? നമ്മളവിടെ പറയുന്നു എന്താണ് ഹരേ രാമ എന്ന മന്ത്രം, എന്താണ് ആ ശുദ്ധ മന്ത്രം നമ്മളെ 16 റൗണ്ട് ചെയ്യണമെന്ന് ആദ്യമായി പറഞ്ഞു തരുന്ന ഇതാണ്. അപ്പൊ അത് കേൾക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ നോക്കുന്നു. അതിനുശേഷം ആദ്യം 1 റൗണ്ടായിരിക്കും തുടങ്ങുന്ന, 4 റൗണ്ടായി, 8 റൗണ്ടായി, 16 റൗണ്ടായി, ഇങ്ങനെ പോകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവത്ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നു. പറഞ്ഞു തന്ന് നമ്മളെ പിന്നെ നമ്മൾ വിചാരിക്കുക അന്ന് എന്ത് പറഞ്ഞത്? വേറെ നാമം ജപിച്ചാൽ മതിയെന്ന്. ആ നാമത്തിൽ കോൺസെൻട്രേഷൻ വേണം എന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു നമ്മളെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആര് പറഞ്ഞു തന്നിരിക്കുന്നത്? ഹരിഭക്തി വിലാസത്തിൽ സനാതന ഗോസ്വാമി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിന് എക്സാമ്പിള് ഒരു ഗൺ മെറ്റൽ എന്ന് പറയും ഇംഗ്ലീഷിൽ അതിനെ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അതിനെ മാറ്റിയെടുത്തിട്ട് അതിനെ സ്വർണ്ണ നിറത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബ്രോൺസും അലോയിയും ചേർന്ന ഒരു വസ്തുവാണ്. എല്ലാവർക്കും അറിയുന്ന, സയൻസ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ ഒരു 88% കോപ്പർ ഉണ്ട് അതിനകത്ത്, 10% ടിന്നുണ്ട്, 2%. ഇതിനെയാണ് മാറ്റി. അതുപോലെ നമ്മളും ഭൗതികതയിൽ ഇങ്ങനെ ലയിച്ചു കിടക്കുകയായിരുന്നു. നമുക്ക് യാതൊരു ചിന്തയും ഇല്ല ഇങ്ങനെ വരണമെന്നുള്ളത്. സന്ധ്യയ്ക്ക് കുറച്ച് വിളക്ക് വരുത്തണം, നാമം ജപിക്കണം. എല്ലാ ദേവന്മാരെയും നമ്മൾ എന്ത് ചെയ്യും? ആദ്യ തൊട്ട് ഗണപതിയെ തുടങ്ങി എല്ലാവരെയും പ്രാർത്ഥിക്കുകയും ചെയ്യും.
പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ചിന്താഗതി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ലാതിരുന്ന നമ്മളെ മാറ്റിയെടുത്ത് ഈ നിലയിലേക്ക് ഒരു ആത്മീയ ആചാര്യനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഹരിഭക്ത വിലാസത്തിൽ സനാതന ഗോസ്വാമി പറഞ്ഞു തന്നിരിക്കുകയാണിത്. അപ്പം ശരീരമാറ്റം കൂടാതെ പോലും ബ്രാഹ്മണനായി തീരാനുള്ള അല്ലെങ്കിൽ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങളിൽ യഥാർത്ഥ മാർഗനിർദ്ദേശമാണിത്. പക്ഷെ ഇതെല്ലാം മാറുന്നെങ്കിൽ നമ്മുടെ ശരീരം മാറുന്നുണ്ടോ? നമ്മുടെ ശരീരം ക്രമേണ വളർന്നു വരുന്നു എന്നല്ലാതെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളർന്നു വരികയും അതിന്റെ ഇതിൽ പാരമ്യതയിലെത്തും, അത് പിന്നെ സൂക്ഷിക്കാൻ തുടങ്ങും. അത് വേറൊരു മാർഗം. അപ്പൊ അങ്ങനെ മാർഗനിർദ്ദേശം തന്നിട്ട് നമ്മളെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ ഗുരുദേവന്മാർക്ക് അല്ലെങ്കിൽ ശ്രീലപ്രഭുപാദർക്ക് അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ അധീനതയിലുള്ളവരാണ് ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ശ്രീല ദീപഗോസ്വാമിയുടെയും പ്രസ്താവന ഭഗവത്ഗീതയിൽ ഭഗവാൻ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ശ്ലോകത്തിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് തീർച്ചയായും പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു തരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലതും അറിയാതെ പോകുന്നത്. ദീപഗോസ്വാമി എന്താ പറയുന്നത്? ത്രിഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനായി ആത്മജ്ഞാനത്തിലെത്തി അങ്ങനെ എത്തുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയുള്ളതാണ്? ആദ്യമേ നമ്മള് ഇതെല്ലാം ചെയ്ത് നമ്മൾ സാധനാഭക്തി ഒക്കെ ചെയ്തു നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ കൂടുതൽ വായിക്കുന്നു, കൂടുതൽ മനസ്സിലാക്കുന്നു, ഏതെങ്കിലും അറിവുള്ള ഒരു ഗുരുവിനെ സമീപിക്കുന്നു. ആ ഗുരു നമ്മൾക്കെല്ലാം പറഞ്ഞു തരുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെ കാര്യങ്ങൾ ആ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രതിനിധി, ഗുരുവെന്നപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ പറ്റില്ല, ഗുരുവിന്റെ പ്രതിനിധി നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നു. അങ്ങനെ നമ്മള് മനസ്സിലാക്കി എല്ലാവരും എന്നല്ല, അതിന് വിധിക്കപ്പെട്ടവരും അതിന് എന്തുള്ളവരെ ഇൻട്രസ്റ്റ് ഉള്ളവരും എന്ത് ചെയ്യുന്നു? ത്രിഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനായി മാറുന്നു. അങ്ങനെ വന്ന് നമ്മുടെ ത്രിഗുണങ്ങൾ, ആ സത്വരജ തമോ ഗുണത്തിന് അടിയിലാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് സ്വതന്ത്രനായി തീർന്നിട്ട് പിന്നെ നമ്മൾ ആത്മജ്ഞാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുന്നവർക്ക് ശരീരമാറ്റം കൂടാതെ ഈ ശരീരത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാം? ജീവിത പരിപൂർണതയിൽ എത്താൻ കഴിയും. അല്ലാതെ നമ്മൾ മരിച്ച് നമ്മുടെ ശരീരം മാറ്റിയതിന് ശേഷം വേണമെന്നില്ല, ഈ ശരീരത്തിൽ വെച്ച് തന്നെ നമുക്ക് പരിപൂർണതയിലെത്താം. എങ്ങനെയെന്നാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത്. ഒരു കെമിസ്റ്റ് ഗൺമെറ്റലിനെ രാസപ്രവർത്തനത്തിലൂടെ സ്വർണ്ണമയമാക്കി മാറ്റുന്നത് പോലെ യഥാർത്ഥ ആചാര്യൻ ഒരു വ്യക്തിയെ തന്റെ മാർഗനിർദ്ദേശത്താൽ ദ്വിജനാക്കി മാറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഭഗവത്ഗീത അതിൽ അത് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുമുണ്ട്. 14:26 മാംസയോപ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതിത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ്? മാംസയോ അത്യഭിചാരേണ ഭക്തിയോഗേന സേവതേ, യാതൊരു തടസ്സവും കൂടാതെ ആ കൃഷ്ണകർമ്മങ്ങളിലേക്ക് എത്തിപ്പെടുന്നവൻ. അപ്പം കൃഷ്ണന് സാത്മാർപ്പണം ചെയ്തവൻ, കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടവൻ, അങ്ങനെയുള്ള ഒരു വ്യക്തി പ്രകൃതി ഗുണങ്ങളെ വേഗം അതിക്രമിക്കുന്നു. പ്രകൃതി ഗുണങ്ങളിൽ പെട്ടുഴലുന്ന നമ്മള് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൽ നിന്നും മാറി കൃഷ്ണകർമ്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നു. എങ്ങനെയുള്ള ആൾക്കാരെ? കൃഷ്ണന് സാത്മാർപ്പണം ചെയ്തവൻ. എങ്ങനെയുള്ള ആൾക്കാരെ? ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്നോ ശരിയായ അറിവ് നേടിയെടുത്തവർ. പലതരത്തിലുള്ള അറിവുണ്ട്. അപ്പൊ ശരിയായ അറിവിട്ട് അതാണ് ഭഗവാൻ പറയുന്നത്, മാംസയോ അത്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. എങ്ങനെയാണ്? സഗുണാൻ സമതീത്യൈതാൻ, അഗുണങ്ങളെല്ലാം അതിക്രമിക്കുന്നു. സഗുണാൻ സമതീത്യൈതാൻ, എവിടെ എത്തും അതിക്രമിച്ചിട്ട്? ബ്രഹ്മഭൂയായ കൽപ്പതേ, ആ ബ്രഹ്മഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം അതിനെ നമ്മൾ ഒരു ഗുരുവിന്റെ ആശ്രയം, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗുണങ്ങളെയെല്ലാം, സത്വരജതമോ ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ചതിനപ്പുറത്തെത്തുന്നു. അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ആരായി മാറുന്നു? കൃഷ്ണന് സ്വാത്മാർപ്പണം ചെയ്യുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ പ്രകൃതി ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ചു കഴിയും. അങ്ങനെയുള്ള ഒരു വ്യക്തി എവിടെ എത്തുന്നു? ഈ ശരീരത്തിൽ വെച്ച് തന്നെ
എന്തായി മാറുന്നു? ഭഗവാനിലേക്ക് തിരിയുന്നു. ഭഗവതംശമായി നമ്മളെല്ലാവരും ഭഗവതംശമാണ്. പക്ഷേ നമ്മൾ അത് അറിയുന്നില്ല. അതിക്രമിച്ചിട്ട് നമ്മളൊക്കെ എന്തിനെ നേടാൻ കഴിയുന്നു? ഭഗവാനെ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയുന്നു. സ്വർണ്ണത്തിന്റെ ഒരു ശകലം എന്ന് പറയുന്നത് സ്വർണ്ണഖനിയുടെ അംശമാണ്. അതുപോലെ ജീവസത്ത എന്താണ്? ഭഗവാന്റെ അംശമാണ്. എക്സാമ്പിളാണ് അത് പറഞ്ഞിരിക്കുന്നത്. സ്വർണം എന്ന് പറയുന്നത് സ്വർണ്ണഖനിയിലെ നമ്മളെ ഒരു കമ്മല് വാങ്ങിച്ചാൽ ഒരു പൊടി സ്വർണം എടുത്തു, ഒരു പൊടി സ്വർണം. ആ സ്വർണം എന്ന് പറയുന്നത് ഖനിയിലുള്ള അത്രോ വലിയ സ്വർണത്തിന്റെ ഒരു അംശം എന്നതുപോലെ നമ്മൾ ഈ ഖനിയായിരിക്കുന്ന ഭഗവാന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഭക്തിയോഗം നിയന്ത്രിക്കുന്ന രണ്ടുപേരും മതി. ഭഗവാനും വേണം, ഭക്തനും വേണം. പിന്നെ എന്തു വേണം? ഭക്തിയോഗത്തിന് എന്തൊക്കെ വേണം ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. ഹരേ കൃഷ്ണ. ഭക്തിയോഗത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട്? എല്ലാരും ഉറങ്ങിയോ? ഭഗവാനും ഭക്തനും. ഗുരുവും വേണം, ഭഗവാനും വേണം. ഭഗവാനും വേണം, ഭക്തനും വേണം. ഗുരുവൊക്കെ വന്നിട്ടാണ് നമ്മൾ ഭക്തരായത്. ഗുരുവൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അവിടെ ഭഗവാനും വേണം, ഭക്തനും വേണം ഭക്തിയോഗത്തിന്. അപ്പൊ അങ്ങനെ അവർ തമ്മിൽ പിന്നെ എന്തു വേണം? ഭഗവാനും ഭക്തനും ഉണ്ട്. അപ്പൊ നമുക്ക് ഭഗവാൻ ഉണ്ടല്ലോ. നമ്മുടെ അമ്പലത്തിലൊക്കെ ഇഷ്ടം പോലെ ഭഗവാന്മാരുണ്ട്. അപ്പൊ നമ്മളും ഉണ്ട്. അവിടെ വന്നോ? അവിടെ നമുക്ക് എന്തു വേണം? ഭക്തി വേണം, സേവനം. പരസ്പരമായിട്ടൊരു പ്രേമം ഉണ്ടാകണം. നമുക്ക് ഭഗവാനോടുള്ള ഭക്തി വേണം. ആ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഭഗവാൻ വേണം, ഭക്തൻ വേണം. നമ്മളിൽ പരസ്പര പ്രേമം ഉണ്ടാകണം. അതാണ് ഭഗവാനോടുള്ള പ്രേമം നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ 3 കാര്യമായി: ഭഗവാൻ വേണം, ഭക്തി വേണം, ഭഗവാനോട് പ്രേമം ഉണ്ടാകണം. അപ്പൊ ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തനാകണം. ആ പ്രേമം കിട്ടണമെങ്കിൽ, പ്രേമം കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ ഭൗതികമായിട്ടുള്ള ഈ കൽമഷങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോഴും എവിടെ നിൽക്കുകയാണ്? നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ ബന്ധുക്കളെ എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ഇത് മാറിയിട്ട് നമ്മൾക്ക് എന്ത് വേണം? ഭഗവാനോടുള്ള പ്രേമം ഉച്ചൂടായി ഏറ്റവും ഉറച്ച് നമ്മൾ കിട്ടണം. അപ്പൊ ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഇതൊക്കെ എന്റെ കടമ ഞാൻ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അല്ല എന്റെ ലക്ഷ്യം. ആരാണുള്ളത്? ഭഗവാനാണുള്ളത്. ഇതെല്ലാം എൻ്റെ ഒരു ബൈസ്റ്റാൻഡ് പോലെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെട്ടതാണ്. അല്ലാതെ എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമ്മളിലേക്ക് ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ആചാര്യന്റെ നിർദ്ദേശപ്രകാരം ഏത് പരിതസ്ഥിതിയിലും എവിടെ നിങ്ങൾ നിൽക്കുന്നോ, ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തമേവ ജീവന്തി സന്മുഖരിതാം ഭവനിതീയ വാർത്താം സ്ഥാനേ സ്ഥിതിഗതാം ധനുവാങ് മനോഹർ ഏ പ്രായശോ അജിതാജിതോപ്യസിത എന്ന് പറഞ്ഞാല് ഭാഗവത്തിൽ 10ാം സ്കന്ധത്തിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. നിങ്ങൾ ഏത് സ്ഥിതിയിലാണോ നിൽക്കുന്നത്, നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ള സ്ഥിതിയാകാം, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിയിലാകാം, ഏത് സമൂഹത്തിലാകാം, ഏതിലാകാം. പക്ഷെ ഇവിടെയെല്ലാം നിന്നുകൊണ്ട് ഞാനേ പ്രയാസം, വളരെ പ്രയാസമേറിയ സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ധനു വാങ് മനോഭിർ, നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും നമ്മുടെ അഹങ്കാരവും എല്ലാം തന്നെ ആ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ അർത്ഥം പറയാൻ. അപ്പൊ അങ്ങനെ അത് സാധിച്ചു കഴിഞ്ഞാൽ ഏത് പരിതസ്ഥിതിയിലും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരാളിൽ നിന്നേ കേട്ടിട്ടുള്ളൂ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, ഒരു ഫിലിം ഡയറക്ടറോ ആരാണ്ടാണ്. അദ്ദേഹം വേറൊരു ജാതിയിൽപ്പെട്ട ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ ശ്ലോകം എടുത്തു പറഞ്ഞിട്ട് ഇതുപോലെ അദ്ദേഹം അവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം. ആ ഒരു ഇതിലേക്ക് എന്ന് വെച്ചാൽ ജാതിയോ മതമോ മറ്റേതൊന്നും പ്രശ്നമല്ല. ജാതി മതങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഞാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും എല്ലാം തന്നെ ഭഗവാനിലേക്ക് അർപ്പിക്കാൻ കഴിയുക. അപ്പൊ ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരം
ഏത് പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഭക്തിയുത സേവനം ചെയ്ത് ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലേക്ക് എത്തണം. ഇനി ഇത് മറക്കാതിരിക്കാൻ നമ്മൾ ഏത് പരിതസ്ഥിതിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെ, ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, എവിടെയായാലും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ, ആ രീതിയിൽ ഭക്തിയുത സേവനം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മപദത്തിൽ എത്താൻ കഴിയുമെന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ് ജീവഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഒക്കെ. നമ്മൾ അവരുടെ ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നതാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ അതിനിര്യാതസ്ഥയിൽ എങ്ങനെ എത്താൻ കഴിയുമെന്ന ഡൗട്ട് നമുക്കുണ്ട്. അങ്ങനെ പ്രകൃതി ഗുണങ്ങളുടെ പ്രവർത്തനം നമ്മെ അലട്ടാതെ നമ്മൾ നോക്കണം. നമ്മളിലാണ് എപ്പോഴും നമ്മുടെ മനസ്സ്. ആ മനസ്സ് നിൽക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുള്ള ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ആര് കൊടുക്കണം? ഭഗവാനിലേക്ക് ഏൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു കാര്യം പോലും നമ്മൾ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഭൗതിക കാര്യങ്ങളിൽ സക്സസ് ആകാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തിൽ വരാൻ പറ്റില്ല? ആത്മീയ കാര്യങ്ങളിൽ വരാൻ പറ്റില്ല. കാരണം മനസ്സിനെ നമ്മൾ അത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് വേഗം അത് തീർക്കുക നമ്മുടെ മനസ്സിനെ. അപ്പൊ അത് നമുക്ക് ഭൗതികത വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്നത് അതിലാണ്. വെള്ളത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ വെള്ളത്തിനെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഭൗതികതയിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനിലേക്ക് തിരിയാൻ ശ്രമിക്കണമെന്നാണ് ഇവിടെ നമുക്ക് ജീവഗോസ്വാമി പറഞ്ഞു തരുന്നു. അതുപോലെ സനാതന ഗോസ്വാമി പറയുന്നു. ഹരിഭക്തി വിലാസത്തിലൊക്കെ ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അതാണ് 48ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നത്. ഇനി 49ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എടുക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. 49ലേക്ക് പോകാം. ഓം ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മനഃ കൃഷ്ണാവേശേന തച്ചിത്ത പിതൃഭിः സ്വക്ഷയം യയൗ. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മനഃ കൃഷ്ണാവേശേന തച്ചിത്ത പിതൃഭിः സ്വക്ഷയം യയൗ. വിദുരരെ പരിത്യജ്യ ശരീരം ഉപേക്ഷിച്ച ശേഷം പ്രഭാസേ പ്രഭാസം എന്ന തീർത്ഥാടന സ്ഥലത്ത് ദേഹം ആത്മന അദ്ദേഹത്തിന്റെ ശരീരം കൃഷ്ണ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ ആവേശേന ആ ചിന്തയിൽ ആമഗ്നനായി. തത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്തം മനസ്സ് വിചാരം എന്നുള്ള അർത്ഥം. വിചാരങ്ങളും പ്രവൃത്തികളും വരും ചിത്തത്തില്. പിതൃലോകത്തിലെ നിവാസികളോടൊപ്പം സ്വക്ഷയം അദ്ദേഹത്തിന്റെ സ്വന്തം ധാമം യയൗ വേർപെട്ടുപോയ. അപ്പം വിദുരഹ പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മനഃ കൃഷ്ണ ആവേശേന തച്ചിത്ത പിതൃഭിः സ്വക്ഷയം യയൗ. വിവർത്തനം നോക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. തീർത്ഥാടനത്തിലായിരുന്ന വിതുരര് പ്രഭാസയിൽ വെച്ച് ശരീരത്യാഗം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിന്തയിൽ ആമഗ്നനായിരുന്നതിനാൽ പിതൃലോകത്തിലെ നിവാസികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പദവിയിൽ പുനഃസ്ഥാപിതനാവുകയും ചെയ്തു. അപ്പം തീർത്ഥാടനത്തിൽ പോയിരുന്നു വിതുരരെന്ന് നമുക്കറിയാം. വിതുരരുടെ സംഭാഷണമൊക്കെ ഭാഗവതത്തിൽ ഒരുപാടുണ്ട്. വിതുരർ അവിടെ പ്രഭാസയിൽ വെച്ച്, കുരുക്ഷേത്രത്തിലെ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് ശരീരത്യാഗം ചെയ്തു. നമ്മൾ പ്രഭാസയെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് ഇനി അതിലേക്ക് കിടക്കണ്ട. അദ്ദേഹം അവിടെ ശരീരത്യാഗം ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റൊന്നിലും മുഴുകിയിരുന്നില്ല. ആകെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിന്തയിൽ ആമഗ്നനായിരുന്നു. അപ്പൊ അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ പിതൃലോക നിവാസികൾ സ്വീകരിച്ചു എന്നും അവിടെ അദ്ദേഹം തന്റെ യഥാർത്ഥ പദവിയിൽ പുനഃസ്ഥാപിതനായി എന്നും പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഒരു പ്രാവശ്യം ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മനഃ കൃഷ്ണ ആവേശേന തജ്ജിത്ത പിതൃഭിः സ്വക്ഷയം യയൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഈ ശ്ലോകത്തിൽ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യമുള്ളൂ. കൃഷ്ണ പ്ലസ് ആവേശേന എന്ന് പിരിക്കുക. നമ്മൾ പറയുമ്പോൾ കൃഷ്ണാവേശേന എന്ന് പറയും, പക്ഷേ അത് പിരിച്ച് പറയണം. അതുപോലെ വിതിരഹ പ്ലസ് അഭി, അതാണ് വിതിരോപി. പിന്നെ ഏത് വാക്കുണ്ട് പ്രയാസമുണ്ട്? ദേഹ ആത്മനഹ, സ്വക്ഷയം ഒന്നിച്ച് പറഞ്ഞാൽ മതി. ഇത്രയും വാക്കുകളേ ഉള്ളൂ അതിനകത്ത് പുതുതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തന്നേക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. പാണ്ഡവരും വിതുരരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് എന്തെന്നാൽ പാണ്ഡവർ അവര് പരമദിവ്യോത്തമ കൃഷ്ണന്റെ ശാശ്വത സേവകരായിരുന്നു, എന്നാൽ വിതുരരായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുപോലെ നല്ലവര് തന്നെയാണ്. പാണ്ഡവര് ഭഗവാന്റെ ശാശ്വത സേവകരായിരുന്നു. പക്ഷേ വിതുരരോ പിതൃലോകത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ആരാണത്? യമരാജൻ. യതിരാജൻ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേരും നല്ലവരാണ് അല്ലെ, പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്തുവെന്ന് പറയുമോ? ഒന്ന് ദേവനം, മറ്റേത് അതായത് ഭഗവാന്റെ സന്തോഷകചാരിയായ ഗോപന്മാർ. ഗോപന്മാർ, ശരി, ഗോപന്മാരെന്ന് പറയാം. സന്തത സഹചാരികൾ എന്ന് പറഞ്ഞാൽ മതി. ശാശ്വത സേവകർ, എപ്പോഴും ശാശ്വതമായിട്ട് ഭഗവാന്റെ സേവകർ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒരാള് വ്യത്യാസം പറയുമ്പോൾ ആത്മീയ ലോകത്തിൽപ്പെട്ടവരും അതുപോലെ ഭൗതിക ലോകത്തിൽ പെട്ടവരുമാണ് അല്ലെ. ആത്മീയ ലോകത്തിൽപ്പെട്ടവരാണ് ഭഗവാന്റെ കൂടെ എപ്പോഴും ശാശ്വത സഹചാരികളായിട്ട് കൂടെ നിൽക്കുന്നവർ. ഇവരൊക്കെയോ മറ്റവരെല്ലാം ഭൗതിക ലോകത്തിൽ പെട്ടവരുമാണ്. അപ്പം ലോകത്തിനെ ഭരിക്കുന്ന ഭഗവാൻ ഒരു കർമ്മം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറയും എന്താണ്, ദുർഗാദേവിയെ ലോകത്തിന്റെ ഭരണ സംവിധാനം ഏൽപ്പിച്ചിരിക്കുന്നു. ആരേൽപ്പിച്ചിരിക്കുന്നു? ഭഗവാനാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ അതുപോലെ ഇവിടെയും എന്താണ്, യമരാജൻ അദ്ദേഹം ധർമ്മം നിർവഹിക്കാൻ നിയുക്തനായിരിക്കുന്ന ആളാണ് യമരാജൻ എന്ന് പറയുന്നത്. അപ്പം ഭൗതിക ലോകത്തിലെ ഫലന്മാർക്ക് ശിക്ഷ നൽകുന്നതിന് നിയുക്തനായിരിക്കുന്ന ഏക വ്യക്തി അദ്ദേഹമാണ്. ധർമ്മമനുസരിച്ചും കർമ്മമനുസരിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ അതേപടിയിൽ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു യമരാജൻ. സത്യത്തിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ളതിനായതിനാൽ മനുഷ്യർ അദ്ദേഹത്തെ ഭയപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ഒരു ദേവൻ തന്നെയാണ്. മനുഷ്യർ അദ്ദേഹത്തെ ഭയപ്പെടുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഭഗവത് ഭക്തർ അദ്ദേഹത്തെ ഭയപ്പെടുകയില്ല. സാധാരണ മനുഷ്യർ, ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർ അദ്ദേഹത്തെ ഭയപ്പെടുന്നു. അപ്പം ഭക്തർക്ക് അദ്ദേഹം മിത്രമാണ്, അഭക്തർക്ക് ഭയത്തിന്റെ മൂർത്തിമത് ഭാവവുമാണെന്നാണ് ഇവിടെ നമ്മുടെ ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ഇനിയും നമ്മൾ നേരത്തെ ഈ കഥ പഠിച്ചതാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മണ്ഡൂകമുനിയുടെ കഥ ഞാൻ തന്നെ പറഞ്ഞു തന്നതാണ് കുറച്ച് ശ്ലോകത്തിന് മുമ്പ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് വിതുരർ ഇവിടെ വരേണ്ടി വന്നത്? യമരാജൻ വിതുരരായിട്ട് വരേണ്ടി വന്നത് ആരെങ്കിലും എളുപ്പം പറയുമോ? മണ്ഡൂകമുനി ശപിച്ചതുകൊണ്ട്. ശൂദ്രനായിട്ട് ജനിച്ചു. അതിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? അതായത് പറഞ്ഞോളൂ. പ്രഭുവിന് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, അത് കുറച്ച് പറഞ്ഞു. ഒരു ദിവസം മാണ്ഡവ്യമുനി എന്ന് മാണ്ഡൂകമുനി എന്ത് ചെയ്യായിരുന്നു? ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു. ആശ്രമത്തിൽ ഇരുന്ന് അദ്ദേഹം സ്വയം അങ്ങ് മെഡിറ്റേഷനിൽ മുഴുകിയിരിക്കുന്ന അവസരത്തിൽ കുറെ കള്ളന്മാര് അവിടെ വന്നു കുറെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ വന്നു ആ ആശ്രമത്തിൽ കയറി. പുറകിനെ ആരുണ്ട്? രാജഭടന്മാർ അവരെ പിടിക്കാൻ ഓടി വരുന്നുണ്ട്. അപ്പൊ ഈ രാജഭടന്മാർ അവരെ പിടിക്കാൻ ഓടി വരുന്ന അവസരത്തില് എന്ത് ചെയ്തു? ഇവർ ഈ സാധനം എല്ലാം കൊണ്ട് മാണ്ഡൂകമുനിയുടെ അടുത്ത് വെച്ചിട്ട് അവരവിടെ കയറി പാത്തിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ രാജഭടന്മാർക്കറിയാം ഈ ആശ്രമത്തിലോട്ടാണ് കയറിയതെന്ന് അവർ കണ്ടു. അവർ ഓടി വന്നിട്ട് മാണ്ഡൂകമുനിയോട് ചോദിക്കുന്നു, ഇവിടെ കുറച്ച് കള്ളന്മാർ വന്നല്ലോ, അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ ഇരുന്നു. അറിയാത്ത രീതിയിലല്ല, അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. ഉടനെ തന്നെ ഈ രാജഭടന്മാർ കയറി ആശ്രമം മുഴുവൻ തിരയുകയും ഈ കള്ളന്മാരെ പിടിക്കുകയും ചെയ്തു. ഈ സാധനം തൊണ്ടിയായിട്ട് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? രാജഭടന്മാര് ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ മണ്ഡൂകമുനിയെയും കള്ളനാണെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി അവരെ ഭയങ്കരമായ ശിക്ഷ കൊടുത്തു. അപ്പൊ ഈ ശിക്ഷ കൊടുത്തപ്പോഴേ ആ ഒരു ഇതിലേക്ക് ആ ശിക്ഷയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായി താൻ ഒരു തെറ്റും ചെയ്യാതെ വന്ന ആള് എന്നിട്ട് തന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇത്രയും വലിയ ശിക്ഷ തന്നു. ബാക്കി എല്ലാവരും
വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ആ കഴിവ് കൊണ്ട്, ആ മെഡിറ്റേഷനിലുണ്ടായ അദ്ദേഹത്തിന്റെ ആ ധ്യാനത്തിന്റെ ആ ശക്തിയാൽ അദ്ദേഹം വധിച്ചില്ല. അദ്ദേഹം വിചാരിച്ചു എനിക്ക് ഇത് എന്ത് ചെയ്തു, മണ്ഡൂകമുനി പോയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് എന്നറിയണം. ഈ സെയിം കഥ ഞാൻ പറഞ്ഞിട്ട് ഒരു മാസമായി കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ മണ്ഡൂകമുനി എന്ത് ചെയ്തു, അവിടെ ചെന്നിട്ട് യമരാജനെ കാണുന്നു. യമരാജനോട് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കുട്ടിയായിരുന്ന അവസരത്തില് നീ എന്ത് ചെയ്തു, കുറെ ഉറുമ്പുകളെ, കുറെ ജീവികളെ നീ ഉപദ്രവിച്ചിട്ട് എന്റെ കണ്ണലൊക്കെ എന്ത് ചെയ്തു, സൂര്യ കുത്തിക്കയറ്റുകയും അതിനെ നീ ഉപദ്രവിക്കുകയും ചെയ്തു. അത് കളിക്കുന്ന കണ്ടിട്ട് അതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് ഒരു രസം, കുട്ടികൾക്കുണ്ടാകുന്ന ഒരു രസം, അങ്ങനെ അത് ചെയ്തു. അപ്പൊ എത്ര വയസ്സിലാണ്? എനിക്ക് 10 വയസ്സിന് മുമ്പാണോ അതിനുശേഷമാണോ? അപ്പൊ പറഞ്ഞു, ഞാൻ 10 വയസ്സിന് മുമ്പാണ് നീ അത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം മാണ്ഡൂകമുനിക്ക് ഭയങ്കര ദേഷ്യമായി. 10 വയസ്സിന് മുമ്പുള്ള കൊച്ചു കുട്ടികൾ ചെയ്യുന്ന 5-5.5 വയസ്സാണ് ആ സമയത്ത്, അങ്ങനെ ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അവരെ ശരിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ഭൗതികത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ആണെങ്കിൽ അവരെ കൊണ്ടുപോയി അവർക്ക് പ്രത്യേക സ്ഥലം കൊടുക്കുന്നുണ്ട് അല്ലേ, താമസിച്ചവർ നന്നാകാനായിട്ട്. ഇങ്ങനെയുള്ള ഒരു കൊച്ചുകുട്ടി, 5 വയസ്സുള്ള ഒരു കുട്ടിയെ ഈ പ്രകാരത്തിൽ ഉപദ്രവിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കി നീ ആ ശിക്ഷ എങ്ങനെ കൊടുക്കണമെന്ന് തനിക്ക് യമരാജൻ ആ സമയം മറന്നുപോയി. വരാൻ പോകുന്നതായിരിക്കാം. അദ്ദേഹം ധർമ്മം അനുസരിച്ച് എവിടെയും പ്രവർത്തിക്കാറുള്ളൂ. പക്ഷെ ആ മിനിറ്റിൽ അദ്ദേഹത്തിന് എന്തോ പറ്റി. അങ്ങനെ മറന്നു പോയത് കൊണ്ട് അദ്ദേഹം ഒരു ശൂദ്രനായിട്ട് എന്നെ ശപിക്കുകയും, അപ്പൊ യമരാജന് ശൂദ്രനായി ജന്മം എടുക്കേണ്ടതായിട്ട് വരികയും ചെയ്തു എന്ന് നമ്മൾ നേരത്തെ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ യമരാജന്റെ അവതാരമായിട്ടാണ് വിതുരര് വരുന്നത്. ഭഗവാന്റെ ശാശ്വത സേവകനായാൽ, ഭഗവാൻ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുകയാണ് ദേവന്മാര് ചെയ്യുന്നത്. അപ്പൊ ശാശ്വത സേവകനായാൽ അദ്ദേഹത്തിന്റെ തന്റെ ഭക്തിയുത സേവന കർത്തവ്യങ്ങളെല്ലാം ഒരു വേണ്ട രീതിയിൽ നിർവഹിക്കണം എന്നുണ്ട്. അപ്പം ഒരു ഭൗതികവാദിക്ക് പോലും മോക്ഷം കൊടുക്കാൻ കഴിയും ഒരു ശുദ്ധ ഭക്തൻ വിചാരിച്ചാൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഭഗവാൻ അദ്വയനാണ്, പക്ഷേ എണ്ണമറ്റ ആകൃതികളിൽ വന്നിട്ട് ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുമാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ആ കൊടുത്ത ഒരു ശിക്ഷയാകാം എന്നുള്ളതും വിശ്വസിക്കാം. പക്ഷേ എങ്ങനെയും അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടതായി വന്നു. യമരാജൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കാലം ഇവിടെ നീതി നിർവഹണം നടത്തി. എവിടെ? ഹസ്തിനാപുരത്തിലെ അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഇവരെ നന്നാക്കാനാകുന്നത് ശ്രമിച്ചു. പക്ഷെ എത്രയായാലും അവർ നന്നാകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവസാനം ദുര്യോധനൻ തന്നെ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വരികയും, പക്ഷെ അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്തു? ഭഗവാനോടുള്ള ഭക്തിയുത സേവനത്തിലെ പുണ്യപ്രവർത്തനങ്ങളാൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ തന്റെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തെ ഓർത്തു കഴിഞ്ഞു. അപ്പം ശൂദ്രനായി ജനിച്ച എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളും ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം കഴുകിക്കളഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം മനസ്സിനെ ഭഗവാനിൽ തന്നെ അങ്ങ് ഉറപ്പിച്ചു. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. വിതുരരുടെ കൊട്ടാരത്തിൽ ചെല്ലുന്നു ഒരു ദിവസം ഭഗവാൻ കൃഷ്ണന്. അവിടെ ചെല്ലുന്ന അവസരത്തിൽ വിതുരരുടെ പത്നിയും അതുപോലെ ഭക്തയായിരുന്നു. അപ്പൊ ആ ഭഗവാൻ കൃഷ്ണൻ അവിടെ ഒരു ശൂദ്രന്റെ വീട്ടിൽ ഭഗവാൻ കൃഷ്ണൻ ചെന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ ചെല്ലുന്ന അവസരത്തില് പത്നി എന്ത് കൊടുത്തോണ്ടിരിക്കുന്നു? നല്ല ശുദ്ധമായ പഴം വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ആർക്ക് കൊടുക്കാനായിട്ട്? ഭഗവാന് കൊടുക്കാനായിട്ട്. എന്ത് ചെയ്തു? അത് ഇടിച്ചിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഇത് ചെയ്യാം, ഭഗവാന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത വിധം അവരങ്ങ് ആകൃഷ്ടയായി. അങ്ങനെ ഭഗവാനെ തൊലി കൊടുക്കുന്നു, പഴം ഇപ്പുറത്തേക്ക് കളയുന്നു. അപ്പോഴേ ഇത് കണ്ടുകൊണ്ട് വിതുരര് വന്ന് കയറുന്നു. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴാണ് അവർക്ക് പരിസരബോധം ഉണ്ടാകുന്നത്. ആകെപ്പാടെ വിഷമിച്ചു. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, എനിക്ക് വൃന്ദാവനത്തിൽ വെച്ച് എന്റെ യശോദാമ്മ തന്ന പഴത്തിനു പോലും ഇത്രയും ടേസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ അങ്ങയുടെ പത്നി തന്ന ഈ പഴത്തിന്. ആ രീതിയിൽ അയ്യോ ഇതാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് എന്ന രീതിയിൽ ഭഗവാൻ അവിടെ സംസാരിക്കുന്നു. അത്രമാത്രം ഭക്തനോടുള്ള സ്നേഹം ഭഗവാനുണ്ട് എന്നാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ ജീവിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി
ആകുന്നത്ര ഇവരെയൊക്കെ നന്നാക്കാൻ നോക്കി, നന്നാക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ, നന്നാകുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ഭഗവാൻ വേണ്ടി എല്ലാ നോളജും നമുക്കറിയാം. വിതുരരുടെ ഉള്ള സംഭാഷണമൊക്കെ ഉണ്ട് അല്ലെ, വിതുര ഉദ്ധവരുമായിട്ടുള്ള സംഭാഷണം, മൈത്രേയ സംഭാഷണമൊക്കെ ഭാഗവതത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കൂടുതലിടത്തും വിതുര മൈത്രേയ സംഭാഷണമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം പോയി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കൃഷ്ണൻ ശരീരം വെടിയുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ കൃഷ്ണൻ പറഞ്ഞിരുന്നു മൈത്രേയനോട് വിതുരർക്ക് ഇന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കണമെന്ന്. അപ്പം വിതുരര് പറയുന്നുണ്ട്, അയ്യോ ഭഗവാൻ പോകാൻ സമയത്ത് പോലും എന്നെ ഓർത്തോ, ഞാൻ അത്രമാത്രം ശുദ്ധനാണോ, ഭഗവാൻ ആ സമയത്ത് എന്നെ ഓർക്കത്തക്ക രീതിയിൽ എന്നങ്ങ് ആവേശഭരിതനായി മാറുന്ന വിതുരരെ നമുക്ക് അവിടെ കാണാം. അങ്ങനെ ആ വിതുരരെ അവസാനം എത്തുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഇഹലോകവാസത്തിന് ശേഷം പിതൃലോകത്തിലെ നിവാസികളിൽ അദ്ദേഹം സ്വീകരിക്കപ്പെടും. അത് ശുദ്ധനായി അദ്ദേഹം തിരിച്ചെത്തുന്നു. അവിടെ ചെന്നിട്ട് ആ സ്വന്തം സ്ഥാനത്തിലേക്ക് അദ്ദേഹം അവരോധിതനാകുന്നു. അങ്ങനെ ഭഗവാനുമാരായി അങ്ങനെയുള്ള ആൾക്കാരാണ് ആരെ ഭഗവാന്റെ സേവകന്മാരായി ഭഗവാൻ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് ഇവിടെ വരേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനുമായി വ്യക്തിപരമായ സമ്പർക്കമില്ലാത്ത സഹചരന്മാരെ ദേവന്മാരെന്ന് പറയും. ആദ്യം ദേവന്മാരാരാണെന്ന് മനസ്സിലാക്കണം. ഭഗവാനുമായി വ്യക്തിപരമായ സമ്പർക്കമില്ലാത്ത സഹചരന്മാർ, അവരാണ് ദേവന്മാരെന്ന് പറയുന്നത്. അതേസമയം ഭഗവാന്റെ ആത്മാർത്ഥ സഹചരന്മാരാൽ അദ്ദേഹവുമായി സദാ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവര് ഉണ്ട് എന്നുള്ള. അപ്പൊ അവർക്ക് എപ്പോഴും അവരുടെ ജോലി അവർ ചെയ്യണം. ചെയ്യേണ്ട ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്, അതവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അപ്പം ആർക്ക് ഏത് സ്ഥാനം കിട്ടി? വിതുരർക്ക് സ്വന്തം സ്ഥാനം തിരിച്ചു കിട്ടി എന്നിവിടെ പറയുന്നു. അതുപോലെ ഭഗവാനും അദ്ദേഹത്തിന്റെ സ്വകാര്യ സഹചരന്മാരും അവിരാമ അസംഖ്യം വിശ്വപ്രപഞ്ചങ്ങളിൽ അവതരിക്കുന്നു. നമ്മൾ 24 അവതാരങ്ങളെ കുറിച്ച് ഭാഗവതത്തിൽ കണ്ടു. അത് തന്നെയല്ല നമ്മൾ അവിടെ പഠിച്ചു. വെള്ളച്ചാട്ടം എങ്ങനെ വരുന്നു, അതുപോലെയാണ് അവതാരങ്ങൾ ലോകത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അവിടെ പഠിച്ചു. അങ്ങനെ ഓരോ വിശ്വപ്രപഞ്ചങ്ങളിലും ഇവരിങ്ങനെ ഭഗവാൻ ഇങ്ങനെ അവതാരം എടുത്തുകൊണ്ടിരിക്കുന്നു. എന്തിനെ? ആവശ്യാനുസരണം, പ്രപഞ്ച നടത്തിപ്പിന്റെ ആവശ്യാനുസരണം. അത് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ശരിക്കും ഭഗവാൻ ഇങ്ങനെ അവതാരം എടുത്തുകൊണ്ടിരിക്കുന്നു. ഭഗവാനും അദ്ദേഹത്തിന്റെ സഹചരന്മാരും അവിരാമം അസംഖ്യം വിശ്വപ്രപഞ്ചങ്ങളിൽ അവതരിക്കുന്നു. പക്ഷേ അവയെല്ലാം ഭഗവാൻ ഓർമ്മയുണ്ട്. എന്നാൽ ഭഗവാന്റെ അതിസൂക്ഷ്മമായ അവിഭാജ്യ ഘടകമാണ് നമ്മള്. അതുകൊണ്ട് അതൊന്നും ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് ഭഗവത്ഗീത 4:5 ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഭഗവാൻ പറയുന്ന എന്താണ്? ബഹൂനീമേ വ്യതീതാനി, എന്താണ്? ജന്മാനി തവച അർജുന അല്ലെ, ആ ശ്ലോകം. ആ ഒരു താന്യഹം വേദ സർവാണി ത്വം വേത്ത പരന്തപ എന്നാണ് ശ്ലോകം. ബഹൂനീമേ വ്യതീതാനി ജന്മാനി തവച അർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ എന്നാണ്. ഭഗവാൻ ഞാൻ അദ്വൈനാണ് ഭഗവാന്. എന്നാൽ എണ്ണമറ്റ ആകൃതികളിൽ അദ്ദേഹം പ്രകടമാകുന്നുണ്ട്. പലതായിട്ട് ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹം പ്രകടമാകുന്നുണ്ട്. സത്തയിൽ മാറ്റമില്ലാതെ, യഥാർത്ഥ സത്ത അവിടെ സത്ത തന്നെയാണ്. പക്ഷെ ഒരു മാറ്റവുമില്ലാതെ നിറം മാറും. വൈഡൂര്യക്കല്ലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എപ്പോഴും ചിലപ്പോൾ പച്ചയാവും, ചിലപ്പോൾ നീല നിറമാകും അല്ലെ, ചിലപ്പോൾ റോസ് നിറമാകാം. അങ്ങനെ അതിന് മാറ്റം വരുന്നില്ല, പക്ഷെ നിറം മാറ്റം ഉണ്ടാകും വൈഡൂര്യക്കല്ലിന്. അതുപോലെയാണ് ഭഗവാന്റെ സത്തയിൽ ഒരു മാറ്റവും. സച്ചിദാനന്ദ സ്വരൂപനായി നിൽക്കുന്ന ഭഗവാൻ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ആവശ്യാനുസരണം ഓരോ അവതാരം എടുത്ത് ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഇത് ശുദ്ധഭക്തർക്ക് മാത്രം അറിയാം. എന്താണ് ശുദ്ധഭക്തർക്ക് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഭഗവാൻ കൃഷ്ണൻ പരമനിയന്താവാണെന്നും അതുപോലെ തന്നെ ഭഗവാന് രൂപമുണ്ടെന്നും അതല്ല പ്രഭു, അതല്ല. ഭഗവാൻ കൃഷ്ണൻ അദ്വയനാണ്, മാറ്റമില്ലാത്തവനാണ്. എങ്ങനെ? ബഹൂനീമേ വ്യതീതാനി, പലതായിട്ട്
സത്തയ്ക്ക് മാറ്റം വരുന്നില്ല ഈ ശ്ലോകത്തില്. സത്ത ഒന്ന് തന്നെയാണ്. ഭഗവാനായിട്ട് തന്നെ നിൽക്കുന്നു. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവച അർജുന. എന്താണ്? താന്യഹം വേദസർവാണി നത്വം വേത്ത പരന്തപ. ഒരു മാറ്റവും വരുത്താതെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? വൈഡൂര്യക്കല്ലിന് പല കളർ വരുന്ന പോലെ. കല്ലാണ് പല കളർ വരുന്ന പോലെ. പല കളർ. നമുക്ക് അത് ചിലപ്പോൾ നീല കളർ തോന്നും, ചിലപ്പോൾ കളർ തോന്നും അല്ലെ? നമ്മൾ പറയും പച്ചക്കല്ലൊത്താതി രൂമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണേ അല്ലെ? അപ്പൊ ആ കല്ലിന് നിറം മാറുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എണ്ണമറ്റ ആകൃതികളിൽ ഇവിടെ പ്രകടമാകുന്നു. പല ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ മത്സ്യമായിട്ട് നിൽക്കും, ചിലപ്പം വരാഹമായിട്ട് നിൽക്കും, ചിലപ്പം നരസിംഹമാവും എന്ന് വേണ്ട പല രീതിയിൽ എണ്ണമറ്റ അളവിൽ അദ്ദേഹം ഇവിടെ പ്രകടമാകുന്നു. പക്ഷേ സത്തയിൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ കടലിലെ തിരമാലകൾ പോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അവതാരങ്ങൾ തിരമാലകൾ പോലെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾ പോലെ അവതാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പം ഇത് ശുദ്ധഭക്തർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. നമ്മളിത് അറിഞ്ഞെങ്കിലും നമ്മളിപ്പം അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ബുക്ക് അടയ്ക്കുമ്പോഴത്തേക്ക് പോയി അല്ലേ? അപ്പൊ ശുദ്ധഭക്തർക്ക് മാത്രം അറിയാം. അതെങ്ങനെ? ഭഗവാൻ തന്നെ പറഞ്ഞേക്കുന്നു, എന്ത്? വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ ഗോവിന്ദം ആദിപുരുഷം. ആരാ പറഞ്ഞു തന്നേക്കുന്നത്? ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തന്നേക്കുന്നു. വേദത്തിലോ ഇതെല്ലാം, വേദം അറിയുന്നവർക്ക് ഇതെല്ലാം ദുർലഭമാണ്, ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരെവിടോട്ട് പോകുന്നു? ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ കുരുക്കിയിടുന്നു. ആരെ? വേദങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ, വേദം മാത്രം വേദം പഠിക്കുന്നവരെ ആ ധർമാർത്ഥ പുരുഷാർത്ഥങ്ങളിൽ മനസ്സിനെ കുരുക്കിയിടുമ്പോൾ വേദത്തിൽ പോലും ദുർലഭമായിരിക്കുന്ന ഇത് അദുർലഭമാണ്. ആർക്ക്? ആത്മഭക്തന്മാർക്ക്. അപ്പം വേദത്തിൽ മനസ്സിനെ കുരുക്കിയിടുന്നവർക്ക് ദുർലഭമായിട്ടുള്ള ഈ വക കാര്യങ്ങളെ എന്താണ്? വൈഡൂര്യക്കല്ല് പോലെ ഭഗവാൻ നിറമാറ്റിക്കൊണ്ട് ആവശ്യാനുസരണം ഇവിടെ വരുന്നു. അത് അറിയാനുള്ള മനസ്സ്. അപ്പൊ അങ്ങനെ വേദങ്ങളിൽ പോലും ദുർലഭമായിട്ടുള്ള ഈ കാര്യം ആത്മഭക്തന്മാർക്ക് അദുർലഭമാണ്. വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തവും ആരെ? ഗോവിന്ദ ആദിപുരുഷം അല്ലെ? അപ്പം ഭഗവാന്റെ സന്തത സഹചാരികൾ ആരൊക്കെയാണ്? നമുക്ക് അർജുനെ തന്നെ സന്തത സഹചാരിയായിട്ട് എടുക്കാം. നമുക്ക് എപ്പോഴും മനസ്സിലാകുന്നത് അല്ലെ? അർജുനൻ അവതാരകാലത്ത് സേവനത്തിനായി എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് ഭഗവാനോടൊപ്പം ഇവിടേക്ക് വരുന്നു. പല രൂപങ്ങളിൽ വരുന്നു. നമുക്കറിയാം, 4-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. വിവസ്വാന് ഞാൻ ഇത് ആദ്യമേ നൽകി എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് സമൂഹത്തിൽ ഇതുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ഭഗവത്ഗീത നേരത്തെ ഞാൻ നൽകിയതാണ്, വിവസ്വാന് പറഞ്ഞു കൊടുത്തിരുന്നു. നിനക്കതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല, പക്ഷെ എനിക്കതെല്ലാം ഓർക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു അല്ലെ? അപ്പൊ അപ്പോഴും കൂടെ ആരുണ്ടായിരുന്നു? സന്തത സഹചാരിയായി അർജുനൻ. എന്തുകൊണ്ട്? നിനക്കത് ഓർക്കാൻ കഴിയുന്നില്ല, പക്ഷെ എനിക്ക് ഓർക്കാൻ കഴിയുന്നു. അപ്പൊ പറയുമ്പോ നീയും ഞാനും ഇല്ലേ അവിടെ? അപ്പൊ അർജുനൻ വേറൊരു രൂപത്തിൽ അന്നും പ്രസന്റ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവതാരകാലത്ത് സേവനത്തിനായി വരുന്ന സമയത്തൊക്കെയും സഹചാരികളെ കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പം വിവസ്വാൻ ഉപദേശം നൽകിയപ്പോഴും അർജുനൻ വേറെ രൂപത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണല്ലോ. അപ്പൊ ഭഗവാനും വിഭിന്നാംശവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഭിന്നാംശമാണ് നമ്മൾ, ഭഗവാനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓർമ്മിക്കാനുള്ള കഴിവ്. മനുഷ്യർ എത്ര ഉയർന്ന പദവിയിലെത്തിയാലും ശരി, ഏതെല്ലാം രീതിയിൽ ഉയർന്ന പദവിയിലെത്തിയാലും ശരി, ഭഗവാനോട് ഒരിക്കലും തുല്യനാകാൻ കഴിയയില്ല എന്ന് നമുക്ക് ഭഗവത്ഗീത വഴി ഭഗവാൻ പറഞ്ഞു തരികയാണ്. അപ്പം സന്തത സഹചാരി മുതൽ ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട് ഇവരൊക്കെ എന്നും ഭഗവാനോടൊപ്പം ഏത് രൂപത്തിൽ ഏത് രീതിയിലും നമുക്കറിയില്ല, അവരൊക്കെ ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ്. അച്യുതൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റുപറ്റാത്തവൻ. ബ്രഹ്മസംഹിതയിൽ ഭഗവാനെ അച്യുതനായി തന്നെ പറയുന്നു. അവൻ ഒരിക്കലും തെറ്റുപറ്റാത്തവനാണ് അച്യുതൻ എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക സംഘത്തിലും സ്വയം
വിസ്മരിക്കില്ല. കുന്തിദേവിയുടെ പ്രാർത്ഥന നമ്മൾ പഠിച്ചു അല്ലെ? ആ കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ കുന്തിദേവി പറയുന്നുണ്ട്, എന്താണ് അങ്ങ് ആരാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതി, അങ്ങ് എന്റെ സഹോദരന്റെ മകനാണെന്ന് പറയുന്നു, പക്ഷേ ഇവിടെ നിൽക്കുന്നു, പക്ഷേ ആരാണ് അങ്ങനെ ചിന്തിക്കാൻ, ആരാണെന്ന് മനസ്സിലാക്കാൻ എന്താണ് ആ ഒരു നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതി പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. അന്തർഭാഗത്തും അങ്ങ് നിലകൊള്ളുന്നു, ഉള്ളിലുമുണ്ട് വെളിയിലുമുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കാന് ഉള്ള മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പൊ ആ ഒരു ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ആത്മീയ ലോകം എന്താണ്, ഭൗതിക ലോകം എന്താണ്, തടസ്ഥ ശക്തി എന്താണ്, ഈ വക കാര്യങ്ങളിൽ കൂടി ഭഗവാൻ എങ്ങനെയാണ് ഈ ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്, ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് ഭൗതിക സംഘത്തിൽ സ്വയം വിസ്മരിക്കാൻ കഴിയില്ല. ഏത് ഭൗതിക സംഘത്തിൽ നിന്നാലും കണ്ടാൽ തോന്നും എന്താണ് കുന്തിദേവിയുടെ ആങ്ങളുടെ മോനായിട്ട് നിൽക്കുകയാണെന്ന് തോന്നും. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഉടൻ തന്നെ അത് ആ ഉത്തര വിളിക്കുന്നു, ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികളെ വ്യത്യാസം നമ്മള് മനസ്സിലാക്കിയെടുക്കേണ്ടി ഇരിക്കുന്നു. അപ്പം അത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. സൃഷ്ടിക്കായിട്ട് ഭഗവാൻ ഏതെല്ലാം രീതിയിൽ ഇവിടെ വരുന്നു, സൃഷ്ടിപരമായ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതിന് വിഷ്ണുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രധാന ഒരു ടൈം ഇന്റർവെല് പ്രധാനയും അതുപോലെ മഹത്തത്വവും ഇതൊക്കെ ആക്കി മാറ്റാനും അദ്ദേഹം. അപ്പൊ ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമേറിയതാണ് എന്നിവിടെ പറഞ്ഞു. ഹരേ കൃഷ്ണ. 80-ാമത്തെ ശ്ലോകം സമയമുണ്ടോ? ഹരേ കൃഷ്ണ. 50-ാമത്തെ ശ്ലോകം നോക്കൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോന്നെ, നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് തീർക്കുക. അതുകൊണ്ട് ദ്രൗപദീ ച തദാജ്ഞായ പതീനാമനവേക്ഷതാം വാസുദേവേ ഭഗവതീഹി ഏകാന്തമതിരാപം. ദ്രൗപദീ ച തദാജ്ഞായ പതീനാമനവേക്ഷതാം വാസുദേവേ ഭഗവതി ഹേകാന്തമതിരാപതം. ദ്രൗപദി ച തദാ ആജ്ഞായ പതീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹി ഏക അന്ത മതി ആപ മതിഹി വേണം അവിടെ, മതിഹി ആപ തം. ദ്രൗപദി എല്ലാവർക്കും അറിയാം. ചവും തഥാ ആ സമയത്ത്, മലയാളത്തിലും തഥാ തന്നെ ആ സമയത്ത്, ആജ്ഞായ ഇത് മലയാളം വാക്ക. ഭഗവാന്റെ ശരിക്കും മനസ്സിലാക്കിയിട്ട് പതീനാം ഭർത്താക്കന്മാരെ അനപേക്ഷത അവളെ ശ്രദ്ധിക്കാത്ത അവരെ, വാസുദേവേ ഭഗവാൻ വാസുദേവൻ, ഭഗവതി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, ഹി നിശ്ചയമായും, ഏക അന്ത പൂർണമായും, മതിഹി ഏകാഗ്രത, മതിബുദ്ധി എന്നാണ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് അല്ലെ? ഇവിടെ ഏകാഗ്രത ആപ ലഭിച്ചു തം അദ്ദേഹത്തെ. ദ്രൗപദീച തദാജ്ഞായ പതീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹേകാന്ത മതിരാപതം. അതിനെ നമുക്ക് ഹി ഏകാന്ത എന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ വൃത്തം ശരിയാവണമെങ്കിൽ വാസുദേവേ ഭഗവതി ഹേകാന്ത മതിരാപതം. ഹരേ കൃഷ്ണ. ഒരാൾ വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്രൗപദി ജാതദാജ്ഞയ പതീനാമനപേക്ഷതാം വാസുദേവ ഭഗവതി ഹേ ഏകാന്തമതിരാപതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വാസുദേവേ ഭഗവതി ഒന്നുകിൽ ഹേകാന്തമതിരാപതം, ഹേകാന്ത എന്ന്, ഹി അല്ലെങ്കിൽ ഹി ഏകാന്ത എന്ന് എടുക്കണം. വാസുദേവേ ഭഗവതി ഹേകാന്തമതിരാപതം. അതിന്റെ വിവർത്തനം ഗുരുദേവ് പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. തന്നെ കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ സ്വഭർത്താക്കന്മാർ കൊട്ടാരം ഉപേക്ഷിച്ച് യാത്രയാകുന്നത് ദ്രൗപദി ദർശിച്ചു. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ വാസുദേവനെ കുറിച്ച് ദ്രൗപദിക്ക് ശരിക്കും അറിയാം. സുഭദ്രയും ദ്രൗപദിയും കൃഷ്ണ ഭഗവാന്റെ ചിന്തയിൽ ആമഗ്നരായി തീരുകയും അവരുടെ പതിദേവന്മാരുടെ അതേ നേട്ടം പ്രാപ്തമാക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് ഇവിടെ ഇനിയും മറ്റേ പാണ്ഡവന്മാരെല്ലാം, ജ്യേഷ്ഠൻ പോയി, ജ്യേഷ്ഠൻ ഒന്നും പറയാ ജ്യേഷ്ഠൻ പോയി, അതിനു പുറമെ അനിയന്മാരെല്ലാം പോയി.
അവരാരും ഒന്നും പറയുന്നില്ല. ദ്രൗപദി നീ വരുന്നോ എന്ന് ചോദിക്കുന്നില്ല. ഇതുവരെയും അവരെല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തീരുമാനിച്ചിരുന്നു, ദ്രൗപദിയോട് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴെന്താ, ദ്രൗപദിയോട് ഒരു വാക്കുപോലും മിണ്ടാതെ, ഒന്നും ചിന്തിച്ചില്ല. നമ്മളെ കർമ്മം ഉപേക്ഷിച്ചു പോവുകയാണ്. അവിടെ ഒന്നും മിണ്ടാതെ, തന്നെ കുറിച്ച് ഒരു ഉത്കണ്ഠയും ഇടാതെ തന്റെ ഭർത്താക്കന്മാർ കൊട്ടാരം ഉപേക്ഷിച്ചു പോകുന്നത് കണ്ടിട്ട് ഭഗവാനിൽ തന്നെ തനിക്കിനി ആശ്രയമാരാണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ചിന്തയാൽ പരമദിവ്യോത്തമകൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ആളാണ് ആരെ? ദ്രൗപദി. അതുകൊണ്ട് സ്വന്തം സഹോദരി പോലെയാണ് ഭഗവാൻ അദ്ദേഹത്തെ. എവിടെയെല്ലാം അദ്ദേഹത്തെ നമുക്കറിയാം, കഥകൾ അറിയാവുന്നുണ്ട്, ഇനി അതിലേക്ക് പോകണ്ട. വസ്ത്രാക്ഷേപ സമയത്തൊക്കെ വേറെ ആരും അവർക്കുണ്ടായില്ല, ഭഗവാൻ മാത്രമാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അങ്ങനെ അതുപോലെ സുഭദ്രയും അതുപോലെ തന്നെ ഭഗവാന്റെ ചിന്തയിൽ ആമഗ്നരായി തീർന്നു. അങ്ങനെ അവരുടെ പതിദേവന്മാരെല്ലാം ഭഗവാന്റെ ആഭാഷണന്മാർ, ഭഗവാനോട് കൂടി വന്നവരായിരുന്നു ഇവരെല്ലാം. അവരെല്ലാം തിരിച്ചു പോകുന്നു. മഹാഭാരതത്തിൽ നമുക്കിവിടെ ഒരു ഡൈവേർഷൻ കാണാം. ഇവരൊരുപാട് കാലം ആദ്യം സ്വർഗത്തിൽ പോയി, അവിടെ പോയി കഥകളൊക്കെ ഉണ്ട് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറെ കഥകളൊക്കെ. അങ്ങനെയൊക്കെയാണ് പോയത്, നേരിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നിരുന്നു, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം അവർക്ക് ഭഗവാന്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്ന് ഈ ശുദ്ധമായിരിക്കുന്ന ഈ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം നമ്മളിവിടെ എക്സാമ്പിൾ പ്രഭുപാദിൽ പറഞ്ഞേക്കുന്നു, ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി മറ്റു വിമാനങ്ങളെ കുറിച്ച് ഒരിക്കലും ഉത്കണ്ഠപ്പെടില്ല. കാരണം എന്താ, ഞാനിപ്പോ ഒരു വിമാനത്തിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ അടുത്ത് വേറൊരു വിമാനത്തിൽ ആരെങ്കിലും എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ ആരെങ്കിലും വരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ അവിടെ മെനക്കെടില്ല. കാരണം നമ്മുടെ സേഫ്റ്റി, നമ്മളാണ് തയ്യാറായി നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അവിടെ അപ്പൊ എന്തെങ്കിലും അവസരത്തിൽ വേറൊരു വിമാനം അപകടത്തിൽ പെട്ടാൽ പോലും ഈ വിമാനത്തിന് അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇവര് ഒരേ പാരലായിട്ട് പോകുന്നവരാണ്. അപ്പൊ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഉത്കണ്ഠപ്പെടാറേ ഇല്ല. ഇവരേ വിമാനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നതുപോലെ ആകാശത്തിൽ വെച്ച് അകപ്പെടുന്ന ആ ഒരു വിമാനത്തിന്റെ ആപത്തിൽ മറ്റൊരു വിമാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ അങ്ങനെയാണ് നമ്മളും ഓരോ വിമാനക്കാരാണ്. എങ്ങനെ നമ്മൾ ഓരോ വിമാനത്തിൽ എന്ത് ചെയ്യുകയാണ്, അവരെ ജീവിതാന്ത്യത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ, നമ്മളെ ഭഗവത്ധാമത്തിലേക്ക് പോകേണ്ടി മറ്റുള്ളവരുടെ സഹായം ഒന്നും അവിടെ ഉണ്ടായില്ല, ആരും സഹായിക്കാനുണ്ടാകില്ല. കാരണം നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ സ്ഥാനത്തേക്ക് എത്തണം. വേറൊരാൾ അവിടെ സഹായിക്കാനോ ഒന്നും പറഞ്ഞു തരാനോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എവിടോട്ടേലും പോകുമ്പോൾ ഭർത്താവ് സഹായിക്കാൻ കാണും, അല്ലെങ്കിൽ മക്കൾ സഹായിക്കാൻ കാണും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണും, എല്ലാവരും കാണും. പക്ഷേ നമ്മൾ ഇവിടേക്ക് പോകുന്ന ആരും അവിടെ ഇല്ല നമുക്ക് കൂട്ടിന് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അത് നന്മയായിട്ട് വരണമെന്ന് നമ്മളെപ്പോഴും പറയുന്നത്. അപ്പം അങ്ങനെ പോകുന്ന അവസരത്തില് നമ്മൾ സ്വയം പരീക്ഷിക്കേണ്ടതായി വരുന്നു. ആകാശത്തിൽ ഉയർന്നു പറക്കുന്നതിന് മുമ്പ് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഭൂമിയിൽ നൽകുന്നു. പക്ഷേ ആചാര്യന്മാരായാലും ശരി, നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും ശരി, അവർക്ക് അറിവുള്ളവരാണെങ്കിൽ അപ്പം നമുക്ക് പറഞ്ഞു തരും എന്ത് ചെയ്യും. നമ്മളിപ്പം ഒരു പ്ലെയിനിന് പോവുകയാണ്, നമ്മൾ ആദ്യമായിട്ടാണ് പ്ലെയിൻ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മളെ ആര് കൊണ്ടുപോകുന്നു, അവരെ അതിന് കൊണ്ടുപോകാനുള്ള ഇന്ന രീതിയിൽ ഇരിക്കണം, ഇന്ന രീതിയിലാണ് സീറ്റ് ബെൽറ്റ്, ഇത് സഹായവും നമ്മൾ എങ്ങനെയാണ് ഭഗവാനിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഭൂമിയിൽ വെച്ച് നമുക്ക് നേരത്തെ ആചാര്യന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സഹായം കിട്ടിയേക്കാം. പക്ഷെ പോകുന്ന അവസരത്തിൽ ഒരു സഹായമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ വിചാരിക്കുക നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, അപ്പൊ ഇപ്പോഴും അതേക്കുറിച്ച്, പക്ഷേ അത് നേരത്തെ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആകാശത്തിൽ ഉയർന്നു എന്നാലും നിലത്തന്നെ കുത്തില്ല. അത് എന്തെങ്കിലും അണുക്കലുണ്ടല്ലോ നിങ്ങളുടെ കുടലിൽ പോയി നിന്നുണ്ടെങ്കിൽ പിന്നെണ്ടല്ലോ ഓപ്പറേഷൻ കൂടി മാറില്ല. മനസ്സിലാക്കോളി. എത്ര കോപ്പയുണ്ട്, കോപ്പയിൽ കുത്തിക്കൂടെ, നിലത്തന്നെ കുത്തില്ല. അങ്ങനെ എത്ര ആൾക്കുണ്ടറിയോ ഇവിടെ. ഹരേ കൃഷ്ണ. ഇത്രയും കുത്തികെട്ട മനുഷ്യൻ. ശബ്ദം കേൾക്കുന്നു. ജീവിതാന്ത്യത്തിൽ ഭവനത്തിലേക്ക് ഭഗവത്ധാമത്തിലേക്ക് മടങ്ങി പോകേണ്ടതായി വരുമ്പോൾ ഏവർക്കും മറ്റുള്ളവരുടെ യാതൊരുവിധ സഹായവുമില്ലാതെ സ്വയം പരിരക്ഷിക്കേണ്ടതായി
വരുന്നു. നമ്മൾ തന്നെ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. അപ്പം വേണ്ടുന്ന സഹായമൊക്കെ ആത്മീയാചാര്യൻ നമുക്ക് തരും, പിതാവ് ചിലപ്പോൾ തരും, മാതാവ് ചിലപ്പോൾ തരും, ബന്ധുജനങ്ങൾ പറഞ്ഞു തന്നിരിക്കും, ജീവിതത്തിലൂടെ നീളം. അപ്പൊ നമുക്കൊക്കെ കുറച്ച് ആയുസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്രയും കാലവും നമ്മൾ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കും. അങ്ങനെ പക്ഷേ പോകുന്ന സമയത്ത് സാഗരതരണം നടത്തി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിർദ്ദേശം തരാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പൊ ഇവിടെ ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ദ്രൗപദിയോട് പറയുമായിരുന്നു. അപ്പൊ ആ 5 ഭർത്താക്കന്മാരെയും അവരെന്ന് ഇവരെ ിലേക്കങ്ങ് പോയി. അത് കണ്ട് ഇവരും ഇവരുടെ മാർഗം സ്വീകരിച്ചു. അപ്പം അവർ സ്വയം പരിരക്ഷിക്കേണ്ടതായി വന്നു. അപ്പം പക്ഷേ ഒരു ഗുണമുണ്ടായിരുന്നു, അവർക്ക് പൂർവ്വ പരിശീലനം ഉണ്ടായിരുന്നു. എല്ലാവിധത്തിലും കൃഷ്ണന്റെ സഹായം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ ആചാര്യന്മാരെല്ലാം അവരുടെ കൊട്ടാരത്തിൽ വരികയും എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവര് തീരുമാനമെടുക്കേണ്ടതായി നേരത്തെ വന്നിട്ടുണ്ട് അവർക്ക്. അങ്ങനെ പല അഡ്വൈസസും അവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? നേരത്തെ തന്നെ വാസുദേവനിൽ മുഴുകിയിരിക്കുന്ന ആളാണ്. ഇവിടെയും വാസുദേവന്റെ പാതാരവിന്ദ ചിന്തകളിൽ ഏകാഗ്രചിത്തയായി. അതാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വേറൊന്നുമില്ല. വാസുദേവന്റെ ചിന്തകളിൽ ആമഗ്നരാകുക എന്ന് മാത്രമേ ചെയ്യാൻ, ഏകാഗ്രചിത്തരായി തീരുക. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് ഈ ഒരു സാഹചര്യം സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ഓർത്തണം. അങ്ങനെ ഏകാഗ്രചിത്ത, പക്ഷെ നമുക്ക് അത്ര ഏകാഗ്രചിത്ത കിട്ടുമോ, ചിത്തരാകുമോ എന്നുള്ളതാണ് നമുക്ക് സംശയമായിട്ടുള്ളത്. നമുക്ക് പറ്റുമോ, ഏത് ജന്മത്തിൽ സാധിക്കും, എത്ര ജന്മത്തിൽ സാധിക്കും, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വാസുദേവന്റെ പാതാരായി. അങ്ങനെ അവർ രണ്ടുപേരും പതിദേവന്മാർ പോയി കഴിഞ്ഞു. അതേ തരത്തിലുള്ള ഫലപ്രാപ്തി അവർക്കും ലഭിച്ചു. അപ്പൊ ഭഗവാന്റെ ആ ഏകാന്ത ചിന്തയിൽ പെട്ടുകൊണ്ട്, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ചിന്തിച്ചുകൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഭഗവാന്റെ യഥാർത്ഥ ഭാവം ആർക്കും അറിയാൻ കഴിയില്ല. അർജുനന് പോലും അറിയാൻ ചിലപ്പോൾ സന്തത സഹചാരിയായ അർജുനന് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം പക്ഷേ ചിലപ്പോൾ പറ്റത്തില്ലെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ടത് മനസ്സിൽ വരും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് അറിയില്ലെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് അത് വരും. എന്നതുപോലെ ഇവിടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. അവർക്ക് ഭഗവാന്റെ പരമധാമത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അവിടെ സുഭദ്രയുടെ കാര്യവും കൂടി നമ്മളെ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ എന്ന് പറയുന്ന ആ ശുദ്ധഭക്തന്റെ മനസ്സിൽ അതും വന്നിരുന്നു. ഓരോ ഭക്തന്മാരുടെയും മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ് ലീലകളെല്ലാം. അങ്ങനെ അതും ആ മനസ്സിൽ എത്തിയിരുന്നു. അപ്പം ദ്രൗപദിയും ഇവിടം വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഇനി ഒരു ശ്ലോകം കൂടി എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല. അതുകൂടി തീരുമ്പം നമ്മള് ഇവിടെ ഈ അധ്യായം തീരും. 15-ാം അധ്യായം തീരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.